ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനിറങ്ങി പുലിവാല് പിടിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പും മന്ത്രിയും. പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി നടത്തിവന്ന സമരം കഴിഞ്ഞ ബുധനാഴ്ചയാണ് പിൻവലിച്ചത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും മോട്ടോർ വാഹന വകുപ്പും പരിഷ്കരണം കൊണ്ടുവരാൻ തയ്യാറായതോടെയാണ് സമരം പിൻവലിച്ചത്. മന്ത്രിയും ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. അതിനിടെ മന്ത്രിയുടെ ഒരു പരാമർശം വിവാദമായിരിക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിനെതിരെ സമരം ചെയ്ത ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാൻ ഇളക്കിവിട്ട ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഉദ്യോഗസ്ഥരുടെ പട്ടികയുണ്ട്, ആളുകളെ എണ്ണിവെച്ചിട്ടുണ്ട്, അവരെ വേറെ കാര്യം പറഞ്ഞു പിടിക്കും, അതിലൊരു സംശയം വേണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: വണ്ടി ഓടിക്കാൻ അറിയുന്നവർ വാഹനം ഓടിച്ച് റോഡിലിറങ്ങിയാൽ മതി. എൻ്റെ നിലപാടിനൊപ്പം നിന്ന പൊതുജനങ്ങളുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാനായി ഇളക്കിവിട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും കൈകാര്യം ചെയ്യും. ഉദ്യോഗസ്ഥരുടെ പട്ടികയുണ്ട്, ആളുകളെ എണ്ണി വെച്ചിട്ടുണ്ട്, അവരെ വേറെ കാര്യം പറഞ്ഞു പിടിക്കും. അവസാനം ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ സമരം നടത്തിയ സ്കൂൾ ഉടമകൾ മന്ത്രി പറയുന്നതാണ് ശരിയെന്ന നിലയിലേക്കെത്തി. സമരക്കാരോട് ചർച്ച ചെയ്ത് സമവായത്തിലെത്തി. ഒരേ സമയം കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാക്കുന്നവരെ സ്ക്വാഡ് പരിശോധിക്കും. 10 ലക്ഷം ലൈസൻസ് കെട്ടിക്കിടക്കുന്നുവെന്നത് ശരിയല്ല. 2,26,000 ലൈസൻസ് മാത്രമാണ് ഇനി നൽകാനുള്ളത്. റേഷൻ കാർഡ് പോലെ ലൈസൻസ് വാരി കൊടുക്കാൻ കഴിയില്ല. ഒറ്റ ദിവസം 126 ലൈസൻസും ഫിറ്റ്നസും ടെസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പിലുണ്ട്. ഇത് വകുപ്പിന് നാണക്കേടാണ്. ഡ്രൈവിംഗ് പരിശീലനം കൂടാതെ കൈതെളിയാൻ സ്കൂളുകാർ അധിക തുക വാങ്ങുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. കൈതെളിയാതെ വരുന്നവർക്ക് ലൈസൻസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് കൈതെളിയും വരെ എഴുതിപ്പിക്കും. എല്ലാത്തിനും മുകളിൽ ക്യാമറ പോലെ എൻ്റെ കണ്ണുകളുണ്ടാകും. വെറുതെ പിടിക്കപ്പെട്ട് നടപടി വാങ്ങരുത്, മന്ത്രി മുന്നറിയിപ്പ് നൽകി. ടെസ്റ്റ് വാഹനങ്ങളുടെ പഴക്കം 15 വർഷത്തിൽ നിന്ന് 18 വർഷമാക്കി ഉയർത്താൻ തീരുമാനിച്ചതായി നേരത്തെ മന്ത്രി അറിയിച്ചിരുന്നു. ഡ്രൈവിംഗ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കില്ല. എന്നാൽ സർക്കുലറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. 2 ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാം. മറ്റൊരു സംവിധാനം ഒരുക്കുന്നവരെയായിരിക്കും ഈ ഇളവുകൾ. ക്വാളിറ്റിയുള്ള ലൈസൻസ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ടെസ്റ്റ് വാഹനങ്ങളുടെ ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് വയ്ക്കും. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തി. ഒരു MVI മാത്രമുള്ള സ്ഥലത്ത് പ്രതിദിനം 40 ടെസ്റ്റുകളും 2 MVIമാരുള്ള സ്ഥലത്ത് 80 ടെസ്റ്റുകളും പ്രതിദിനം നടത്തും. ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന ഫീസ് ഏകോപിപ്പിക്കാനും തീരുമാനിച്ചു. ഇത് പഠിക്കാൻ പുതിയ കമ്മീഷനെ നിയോഗിക്കും. പഴയതുപോലെ ആദ്യം H ടെസ്റ്റും അതിനുശേഷം റോഡ് ടെസ്റ്റും നടത്തും. KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് കൊടുക്കുന്നു, 126 ലൈസൻസ് കൊടുക്കും. അയാൾ തന്നെ അതേസമയം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു വണ്ടിക്ക്. ആ അത്ഭുത പ്രതിഭാസം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ അത്ഭുത പ്രതിഭാസം നടത്തിയ ആളിനെ സർവീസ് എന്ന് പിരിച്ചുവിടും. കാരണം അത് ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടാണ്, രാജ്യത്തിനും അപകടമാണ്, അത് അഴിമതിയുമാണ്. കാരണം ഒരേ സമയം ഒരാൾ അങ്ങനെയാണ് 2 കാര്യം ചെയ്യുന്നത്. അപ്പൊ അത്ര അത്ഭുതങ്ങളൊന്നും ഇനി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ സംഭവിക്കുകയില്ല. അത്ര അത്ഭുതങ്ങൾക്ക് ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് പണക്കി പെട്ടി വെച്ചേക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കർശന നടപടിയായിരിക്കും.